ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പടവലത്തെക്കുറിച്ചുള്ളതാണ്. പടവലം കൃഷി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ്. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല മികച്ച രീതിയിലുള്ള വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക. പടവലം കൃഷി അതിൻ്റെ പരിചരണവും അതുകൊണ്ട് ഒരു റെസിപ്പിയുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പടവലം കൃഷിക്ക് നമുക്ക് മണ്ണൊരുക്കാം. 5 ദിവസം ഡോളമൈറ്റ് ഇട്ട് വേലി ഒളിച്ച മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടെ അടിവളമായി എടുത്തിരിക്കുന്നത് കോഴിവളമാണ്. ഒരു 2 പിടി എല്ലുപൊടിയും 2 പിടി വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട്. കൂടെ ചാരവും എടുത്തിട്ടുണ്ട്. ചാരം കുറച്ച് നനഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിനും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കൃഷി ചെയ്യാൻ എടുക്കുന്ന മണ്ണിൽ ഇതെല്ലാം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ തന്നെ വളരുന്നതാണ്. വേരുപടലം നല്ല ശക്തമായി വളരാനായിട്ട് എല്ലുപൊടി സഹായിക്കും. മണ്ണിലൂടെ പകരുന്ന കുമിൾ രോഗങ്ങളെ തടയാൻ വേപ്പിൻ പിണ്ണാക്ക് വളരെയധികം സഹായിക്കുന്നു. ചാരം ഉപയോഗിക്കുന്നതിലൂടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നതൊക്കെ തന്നെ കൊഴിയാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെടിയെ സഹായിക്കും. ഉണ്ടാകുന്ന പൂക്കളൊക്കെ തന്നെ കായായി ലഭിക്കാൻ നമ്മൾ മണ്ണിൽ കുമ്മായം ആദ്യമേ തന്നെ ചേർക്കണം. ഗ്രോ ബാഗിലാണ് ഞാൻ പടവലത്തിൻ്റെ വിത്ത് നടാൻ പോകുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന ഗ്രോ ബാഗിൽ നിറയെ സുഷിരങ്ങളുണ്ടോ എന്ന് ഉറപ്പാക്കണം. ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നോക്കേണ്ടത്. കാരണം വെള്ളം കെട്ടി നിന്നാൽ ചെടിയെല്ലാം തന്നെ അഴുകി പോകുന്നതാണ്. കൃഷി ചെയ്യാൻ എടുക്കുന്ന വിത്ത് നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്ത് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഹൈബ്രിഡ് വിത്തും സാധാ വിത്തും ഒക്കെ കിട്ടുന്നതാണ്. നമുക്ക് നഴ്സറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വിത്ത് ഏതാണെന്ന് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. വള്ളിപ്പടവലമുണ്ട്, ബേബി പടവലമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വള്ളിപ്പടവലത്തിൻ്റെ വിത്താണ്. വിത്തിനെ നമുക്ക് നന്നായിട്ട് വെള്ളത്തിലിട്ട് ഒരു 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം നടാവുന്നതാണ്. അതാകുമ്പോൾ വേഗത്തിൽ മുളച്ച് വരും. ഒരു 6-7 ദിവസം എടുക്കും ഇത് മുളച്ച് വരാനായിട്ട്. പടവലം ചെടി വളർന്നു വരുമ്പോൾ നമുക്ക് അതിനൊരു കമ്പ് വെച്ച് താങ്ങ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിനെ ഒരു പന്തലിലോട്ട് കയറ്റി വിടാവുന്നതാണ്. പടവലത്തിന് നല്ല രീതിയിലുള്ള ഒരു പന്തൽ ആവശ്യമാണ്. ചെടി അല്പം ഒന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സീഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുക്കാനായിട്ട് ഇത് സഹായിക്കും. പടവലം ചെടിയുടെ ഇലകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതുപോലെ കട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഇലകൾ ഒന്ന് മാറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഇതുപോലെ പുഴുക്കൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നമ്മൾ ചിത്രശലഭം വന്ന് മുട്ടയിട്ടിട്ട് അതിൻ്റെ പുഴുക്കളാണ് ഇതിനെല്ലാം തന്നെ തിന്ന് നശിപ്പിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ തോട്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പുഴുക്കളെയൊക്കെ തന്നെ പെറുക്കി നശിപ്പിച്ച് കളയേണ്ടതാണ്. കൂടാതെ ഈ പുഴുക്കളൊക്കെ തന്നെ നാമ്പിലിരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഇലകൾ അടിഭാഗം നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. തീരെ ചെറുതായിരിക്കും. ദിവസം ചെല്ലുന്തോറും വലുതായാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നാമ്പിൽ നിന്നുള്ള നീരെല്ലാം ഊറ്റി കുടിച്ച് ചെടിയെ നശിപ്പിക്കുന്നതാണ്. പടവലം ചെടിയുടെ ഒരു മുഖ്യ ശത്രുവാണ് തണ്ടുതുരപ്പൻ പുഴു എന്ന് പറയുന്നത്. ഈ തണ്ടുതുരപ്പൻ പുഴു നമുക്ക് ചുവട് മുതൽ വള്ളിയിൽ മൊത്തം കാണാനായിട്ട് സാധിക്കും. ഇതിനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഈ മുട്ടുതോറും അതിൻ്റെ ചുവടും നോക്കണം. അപ്പോൾ എന്തെങ്കിലും കളർ വ്യത്യാസമോ സ്വെല്ലിങ്ങോ കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ പുഴു ഉണ്ടെന്നാണ് അർത്ഥം. നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ സ്കിന്നൊന്ന് മാറ്റി കഴിഞ്ഞ് നോക്കിയാലായിട്ട് അകത്ത് പുഴു ഇരിക്കുന്നത് കാണാൻ പറ്റും. അതിനെ നമ്മളൊരു ഈർക്കിൽ ഉപയോഗിച്ച് വെളിയിലോട്ട് വലിച്ചെടുത്തിട്ട് നശിപ്പിക്കാവുന്ന. ഇതുപോലെയുള്ള കീടങ്ങളെ ചേർക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ വെള്ളത്തിൽ മിശ്രിതം ചെടികളിൽ അടിച്ചു കൊടുക്കാവുന്നതാണ്. അതിനായി നമുക്കൊരു 5 ml വേപ്പെണ്ണ എടുക്കാം. ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് നമുക്കൊരു 5 ml എടുക്കാം. നല്ല ചൂടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 3 ml ഒക്കെ എടുത്താൽ മതിയാകും. അതിൻ്റെ കൂടെ ഒരു കുടം വെളുത്തുള്ളി നല്ലതായിട്ട് ചതച്ചതിൻ്റെ നീരും എടുത്തിട്ടുണ്ട്. ഒരു 2 ml സോപ്പ് സൊല്യൂഷനും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ 1 ലിറ്റർ വെള്ളമായിട്ട് ചേർത്ത് നമുക്ക് നേർപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു സ്പ്രേയറിൻ്റെ കണക്ടറുമായിട്ട് ചേർത്തിട്ട് ചെടികളുടെ ഇലകളുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തും അതിൻ്റെ തണ്ടിലൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 1-2 ദിവസം നമുക്കത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനേക്കാൾ ഏറെ പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വൈകുന്നേരം ചെടികളുടെ ഇലകളും അതിൻ്റെ നാമ്പും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം തന്നെ പുഴുക്കൾ കയറിയിരിക്കുന്നത് കാണാൻ പറ്റും. അതിനെല്ലാം എടുത്ത് നശിപ്പിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീടനിയന്ത്രണം സാധ്യമാകും. ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഈ ചെടിക്ക് വളപ്രയോഗം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമാണ്. നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടിയും ആട്ടിൻ വളവും കോഴിവളവും ഒക്കെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കോഴിവളമാണ്. അത് മണ്ണുമായിട്ട് ചേർത്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ജൈവ സ്ലറി നേർപ്പിച്ചൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ തന്നെ ചെടിയുടെ ഗ്രോത്തിനെ ഒരുപാട് സഹായിക്കും. കോഴിവെള്ളം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചുവടിൽ. പടവലം ചെടിയിൽ 2 തരം പൂക്കളുണ്ട്. കായില്ലാതെ വരുന്ന ആൺപൂവും വെള്ള കളറാണ്. കായോടുകൂടി വരുന്നതാണ് പെൺപൂവ്. പടവലത്തിൽ ഒരുപാട് ആൺപൂക്കൾ വിരിയുന്നത് കൊണ്ട് നമുക്ക് വിരിയുന്ന പെൺപൂക്കളൊക്കെ തന്നെ കായായി ലഭിക്കുന്നതാണ്.
പെൺപൂക്കൾ വിരിഞ്ഞ് കായായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ പടവലത്തിനൊരു കവർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമാണ്. കായ് ഈച്ചകളും മറ്റു പ്രാണികളും വന്ന് കൊത്തി ഇതിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. കവർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. കാരണം എന്ന് പറയുന്നത് ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ കായിലാണ് തട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധയോട് കൂടി ചെയ്യേണ്ടതാണ്. കൂടാതെ ഇതിന് ഇട്ട് കൊടുക്കേണ്ട കവറിൻ്റെ താഴ്ഭാഗത്ത് 1-2 ഹോൾസ് ഇട്ടേക്കണം. കാരണം വെള്ളമൊന്നും കെട്ടി നിൽക്കാൻ പാടില്ല. പിന്നെ എയർ സർക്കുലേഷൻ നല്ലതായിട്ട് ഉണ്ടാകണം, അല്ലെന്നുണ്ടെങ്കിൽ അവിഞ്ഞു പോകുന്നതാണ്. പടവലം കൃഷി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതെൻ്റെ തോട്ടത്തിൽ നിറച്ച് തന്നെ പടവലങ്ങയൊക്കെ പിടിച്ചു നിൽപ്പുണ്ട്. ഒത്തിരി വലുതൊന്നും അല്ല, നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനുള്ള വലിപ്പത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ വിത്തുകൾ വാങ്ങി നടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാകുന്ന കായിൽ നിന്ന് ഒന്ന് വിത്തിന് നിർത്തി എടുത്താൽ മാത്രം മതി. പടവലവും ഒരു വെള്ളരിയും പിന്നെ ഒരു 5-6 മൂട് വെണ്ടയൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാമ്പാറിനുള്ളത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മിക്ക പച്ചക്കറി ചെടികളും പിഞ്ചോടുകൂടി പറിക്കുന്നതാണ് സ്വാദിഷ്ടം. ഇനി മുറ്റിപ്പോയി നാരുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാരുകളൊക്കെ മാറ്റിയതിന് ശേഷം കറിയിൽ ഉപയോഗിക്കാവുന്നതാണ്. തോട്ടത്തിൽ നിന്ന് ഇത്രയും പടവലം വിളവെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പടവലങ്ങളാണ്. പടവലങ്ങ കൊണ്ട് ഒരുപാട് നല്ല റെസിപ്പികൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തോരനാണ്. അതിനാവശ്യത്തിന് പടവലം കട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ കൊച്ചുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, മുളക് പൊടി എന്നിവ ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറയുന്നത് തേങ്ങയാണ്. ആവശ്യത്തിന് തേങ്ങയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത് നല്ല നാടൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. ചെറിയ തീയിലിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിൽ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഈ പടവലത്തിനകത്ത് നിന്ന് തന്നെ ചെറിയ വെള്ളം വരുന്നതാണ്. അപ്പോൾ അതിലിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്ക് വേവിക്കാവുന്നതാണ്. തീ എപ്പോഴും കുറച്ച് വെക്കണം, കാരണം കരിഞ്ഞു പോവും. പടവലം ഒരു പകുതി വേഗമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ തുറന്നിട്ട് വേണം വേവിക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വരണ്ട് വരുന്നതാണ്. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പടവലങ്ങ തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനാണിത്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ വിഷ ചെയ്ത പച്ചക്കറി ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ഇതിൻ്റെ സ്വാദം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്